ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങളിലൊന്നായ അറഫ സംഗമം പൂർത്തിയായി. അടുത്ത കർമ്മങ്ങൾക്കായി തീർത്ഥാടകർ മുസ്ദലിഫയിലേക്ക് നീങ്ങി. മിനായിലെ ജംറകളിൽ നാളെ കല്ലേറ് കർമ്മം ആരംഭിക്കും. ഇന്നത്തെ പകൽ മുഴുവൻ ഹജ്ജ് തീർത്ഥാടകർ അറഫയിൽ സംഗമിച്ചു. ഒരേ വേഷവും മന്ത്രധ്വനികളുമായി ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നെത്തിയ 20 ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകർ ആരാധനകളിൽ മുഴുകി. മാനവിക ഐക്യത്തിനും സമാധാനത്തിനും പാപമോചനത്തിനുമായി അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിച്ചു. കനത്ത ചൂടിനെ വകവെക്കാതെ ഹാജിമാരിൽ പലരും ചരിത്രപ്രസിദ്ധമായ ജബലുർ റഹ്മ മല കയറി. നമിറ പള്ളിയിൽ നടന്ന നമസ്കാരത്തിനും ഖുതുബക്കും ഷെയ്ഖ് മാഹിർ അൽ മുഅക്കലി നേതൃത്വം നൽകി. അറഫ സംഗമത്തിൽ പങ്കെടുത്തവർ നവജാത ശിശുവിനെ പോലെ പാപമുക്തരാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള പ്രതിജ്ഞയുമായാണ് തീർത്ഥാടകർ മടങ്ങിയത്. സൂര്യൻ അസ്തമിച്ചതോടെ തീർത്ഥാടകർ അടുത്ത കർമ്മത്തിനായി മുസ്ദലിഫയിലേക്ക് പുറപ്പെട്ടു. മുസ്ദലിഫയിൽ ടെന്റ് സൗകര്യമില്ല. തുറന്ന മൈതാനത്താണ് ഇന്ന് രാത്രി ഹാജിമാർ കഴിയുന്നത്. മീനായിലെ ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ മുസ്ദലിഫയിൽ നിന്നാണ് ശേഖരിക്കുന്നത്. ഇനിയുള്ള 4 ദിവസം എറിയാനായി 70 കല്ലുകൾ വരെ ശേഖരിക്കും. നാളെ രാവിലെ മീനായിൽ തിരിച്ചെത്തുന്ന ഹാജിമാർ ജംറകളിൽ കല്ലേർ കർമ്മം ആരംഭിക്കും. 3 ജംറകളിൽ പ്രധാനപ്പെട്ട ജംറത്തുൽ അഖബയിലാണ് നാളെ കല്ലെറിയുക. ബലിപെരുന്നാൾ ദിവസമായ നാളെയാണ് ഹജ്ജ് തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ളത്. കല്ലേർ കർമ്മത്തിന് പുറമെ മുടിയെടുക്കുക, ബലി നൽകുക, വിശുദ്ധ കാബയെ പ്രദക്ഷിണം ചെയ്യുക തുടങ്ങിയവ നാളെ നിർവഹിക്കും. ഇഹ്റാമിന്റെ പ്രത്യേക വസ്ത്രങ്ങൾ മാറ്റി ഹാജിമാർ സാധാരണ വസ്ത്രത്തിലേക്ക് മാറുകയും ചെയ്യും. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.